ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടയാണ്. വളരെ പെട്ടെന്ന് കുഴക്കുകയും പരത്തുകയൊന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടയാണ്. നേന്ത്രപ്പഴത്തിൻ്റെ ഫില്ലിംഗ് ഒക്കെയാണ് ഞാൻ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കൈവച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. തിളച്ച വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് അടുക്കം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 കപ്പ് അരിപ്പൊടിക്ക്. പിന്നെ ഓരോ പൊടിക്കനുസരിച്ചിട്ട് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചായാലും കുഴപ്പമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ദോശമാവിൻ്റെ ഇഡ്ഡലി മാവിനെക്കാട്ടി കുറച്ചൊരു കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പഴം വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ്. നിങ്ങൾക്ക് വെറും തേങ്ങയും ശർക്കരയും മാത്രം വെക്കാം. ഇവിടെ പഴം കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ തൊലി കറുത്ത പഴമായതുകൊണ്ട് ആരും കഴിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഫില്ലിങ്ങിൽ പഴം കൂടി ആഡ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് പഴത്തിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കുന്നത്. പഴത്തിൻ്റെ ഫില്ലിംഗ് താല്പര്യമില്ലാത്തവർക്ക്, ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സാധാ തേങ്ങയും ശർക്കരയും മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കാം. അപ്പോൾ പഴം നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിൽ ആവശ്യത്തിനുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പൊടിച്ചതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാനി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഴവും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പഴത്തിലേക്ക് ആ ശർക്കരയുടെ മധുരമൊക്കെ നന്നായി പിടിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ പഴം ശർക്കര കൂടി നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്ര അതിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. പഴം, തേങ്ങയും ശർക്കരയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കയ്യിൽ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കാപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അട ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു ഇല എടുത്തിട്ട് അതിലേക്ക് കുറച്ചൊരു വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇല കുറച്ചുകൂടെ വലുതാവുകയാണെങ്കിൽ നല്ലത്. ഞാൻ എൻ്റെ ഇല കുറച്ചൊന്ന് ചെറുതായിപ്പോയി. കുറച്ചുകൂടെ ഇല ഒന്ന് ചെറുതാവണം. പിന്നെ മാവ് വേണമെങ്കിൽ ഇത്രയും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം, ഒരുപാട് പരത്തണ്ട, കുറച്ചൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം കുറച്ച് നടുവിലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അമർത്തി കൊടുക്കാം. പുറത്തേക്കൊന്നും പോവാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. വീണ്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇലയിലൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. മാവ് കുറച്ചുകൂടെ കുറച്ചാൽ നല്ലത്. ഇത് കുറച്ചുകൂടി പോയി, ഇത്രയും വേണ്ട. പക്ഷെ പുറത്തേക്കൊന്നും ആയിട്ടില്ല. കുറച്ചുകൂടെ വലിയ ഇല എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി വീണ്ടും ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇല ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കെല്ലാം ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ അടവിടെ റെഡി ആയിട്ടുണ്ട്. ആവിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റാണ് ഞാൻ വെച്ചത്. ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി. തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി. അപ്പം അടക്ക റെഡി ആയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ എല്ലാ അട ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് അട. ഭയങ്കര സോഫ്റ്റാണ്. ഇങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഭയങ്കര സോഫ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ചെയ്യും. കൺസിസ്റ്റൻസി ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
നല്ല സോഫ്റ്റാണ് ഫില്ലിങ്ങൊക്കെ. നല്ല സോഫ്റ്റാണ്. പഴത്തിൻ്റെ ഒരു പുളിപ്പും മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള അടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.